എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കേട്ടോ ഇങ്ങനൊരു വ്യൂ കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അല്ലെങ്കിൽ ടോപ്പ് വ്യൂ ഇങ്ങനെ ഒരു ഡാമൊക്കെ കാണുന്നത്. ശരിക്കും പറഞ്ഞത് വേറൊരു ടൈപ്പ് ഡാം കേട്ടോ. മുകളിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ തെങ്കാശി വ്ളോഗിൻ്റെ പാർട്ട് 2 വ്ളോഗിലേക്ക് സ്വാഗതം. നവീനെ വിളിക്കുന്നു. നവീനെ എവിടുന്നോണ്ട് വരും? ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുന്നതായാലും കുറച്ച് ഡേഞ്ചർ ആട്ടോ. കാരണം അവർക്ക് സ്റ്റെപ്പോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ നമ്മൾ പിടിച്ച് നോക്കി വേണം ഇറങ്ങാൻ. അപ്പം പോകുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. വെള്ളം നിറഞ്ഞ് പോകുന്ന സമയത്ത് ഇതിലേക്ക് കൂടി ഇങ്ങനെ വെള്ളം ചാടി വരും. അങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. പക്ഷേ ഇപ്പം വെള്ളമില്ല, അതുകൊണ്ട് ഒരു രസമില്ല. ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാൻ എടുത്തുള്ളൂ. ഈ സൈഡിലെ ആൾക്കാരൊക്കെ ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് എടുക്കാത്ത കേട്ടോ. ഇവിടെ ഒക്കെ നിൽക്കാം, പക്ഷേ അതിൻ്റെ തൊട്ടപ്പുറത്ത് വെള്ളമാണ്. അപ്പം കുറച്ച് ഡേഞ്ചറാണ്. അപ്പം വരുന്നവരാന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പക്ഷേ പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്ക് അറിഞ്ഞൂടാ. ഇതിൻ്റെ മുകളിൽ നമുക്ക് വന്ന് ഇങ്ങനെ നിൽക്കാം. ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സിറ്റുവേഷൻ, നല്ല ലൊക്കേഷൻ ഒക്കെയാണ്. നല്ല വ്യൂ ആണ്, നല്ല ഫ്രെയിമാണ്. പക്ഷെ സൂക്ഷിക്കണം അവിടെ, കാരണം താഴോട്ട് വീടാലും മുമ്പോട്ട് വീടാലും എല്ലാം കണക്കാണ്. നോക്കി നിൽക്കണം, നോക്കി എന്തെങ്കിലും പണിയിട്ടു. വെള്ളം ഈ ഭാഗത്ത് ആഴ കുറവാ, പിന്നെ ബാക്കിലോട്ടായാലും ഒക്കെ സൂക്ഷിച്ച് നിൽക്കേണ്ടി വരേ. ഫോട്ടോ ഇട്ടു കഴിഞ്ഞ എണീറ്റ് പോ. അത് അവിടെ നിന്ന് ചിലപ്പോൾ കിട്ടത്തില്ല. ബയോ ഡിഗ്രേഡബിൾ. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. കേക്ക് കഴിച്ച് നമ്മളിവിടെ സ്ഥലം വിടാൻ പോകട്ടോ. നമുക്ക് നല്ല അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു. പക്ഷെ ആ വെള്ളം കൊണ്ടുണ്ടെങ്കിൽ നൈസായിരുന്നു. അല്ലാണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ലൈറ്റ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ കളിയൊക്കെ ഉണ്ടാവുന്നവരെ വാ വാ വാ. ഇല്ല, വേണ്ട 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 വേണ്ട. അപ്പോൾ അവിടെ നമ്മൾ ഉച്ചവരെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം വേറെ എങ്ങും ഈ നട്ടുച്ച വെയിലത്ത് എങ്ങും പോകാൻ ഉള്ള പ്ലാനില്ല. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ്. ഫുഡ് കഴിക്കണം. നല്ല വെയിലുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ലിറ്ററലി തെങ്കാശി പട്ടണത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം വഴിയരികിലൊരു ജ്യൂസ് അല്ലെങ്കിൽ ഇതുപോലെ കരിക്കും തണ്ണിമത്തനൊക്കെ കുടിക്കുന്ന ഒരു കട കണ്ടു. അപ്പോൾ അവിടെ കയറി നമ്മളൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടുന്ന് ഈ തണ്ണിമത്തൻ്റെ പീസും പിന്നെ ഒരു നന്നാരിയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു. അപ്പം ഞാനത് ഒരെണ്ണം വാങ്ങിച്ചു കുടിച്ചു. അങ്ങനെ ബിരിയാണി തപ്പി ഓടി നമ്മളൊരു കടയിലെത്തി കയറി കഴിച്ചിട്ട് വരാം. നോട്ടം നോക്ക്. അത്യാവശ്യം നല്ലൊരു ചിക്കൻ ബിരിയാണി ആയിരുന്നു. എനിക്ക് ബാംഗ്ലൂരൊക്കെ ഓർമ്മ വന്നു. നമ്മൾ അവിടുന്ന് മറ്റേ അമ്പൂർ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ കിട്ടി എനിക്കത് അവിടുന്ന് കഴിച്ചപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഇങ്ങനെ മല കയറി പോകുന്നത് കേരളത്തിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം ബോർഡർ ഭാഗത്തായിട്ടാണ്. നമ്മളിപ്പം ഏകദേശം ഒരു ബോർഡർ എന്നുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പം സുനീറൊക്കെ വരാറുണ്ട്. അവരവിടെ എന്തോ കടയൊക്കെ എന്തോ കയറി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും സാബിനും കൂടെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ മേളിൽ കൂടെ റെയിൽവേ ട്രാക്ക് പോണേ. അപ്പം ആരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, അവർ വരുമ്പം പോവാം. അങ്ങനെ നല്ലൊരു ഓട്ടത്തിന് ശേഷം ഞങ്ങളിവിടെ തെന്മലയിൽ വന്നു. തെന്മല ഡിയർ പാർക്ക് അവിടെ വന്നു.
കൊമ്പാണ് മരത്തിന്റെ കൊമ്പാന്ന് തോന്നുന്നു. മ്ലാവാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ പശുവിന്റെ മുഖല്ലേ? ഇവളാ പറഞ്ഞ, എനിക്കറിയത്തില്ല. പശുവിന്റെ ഡിയർ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും മാനുകൾ ഉണ്ടാകുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ മാനുകളുണ്ടായിരുന്നേ. കലയുള്ളതും കലയില്ലാത്തതും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടി നമ്മൾ ആളുകൾ വരുന്നതനുസരിച്ച് നമ്മൾ അടുത്തോട്ട് വരും. എന്തെങ്കിലുമൊക്കെ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ കിടന്ന ഇലയൊക്കെ പിച്ച് നമ്മൾ കൊടുത്തായിരുന്നു. മാനേ സുലൈമാൻ ഇത് കണ്ടില്ലായിരുന്നു. കഴിച്ചു ബാ അങ്ങോട്ട് പോവാ. ബാ നമുക്ക് അടുത്ത് അങ്ങോട്ട് പോവാം. ഇവന്മാർ മാനിനെ തൊടിയേയും തടവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു പേടി നൈസായിട്ട് ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് മറികടന്ന്, ആ പേടി മറികടന്ന് ഞാനും തടവി. പക്ഷേ അതിൻ്റെ കൊമ്പിലോട്ട് തൊടരുത്. കൊമ്പിൽ തൊട്ട് അതിന് ദേഷ്യം വരും. അത് കഴിക്കത്തില്ല. ഓ അല്ല പിച്ചണ്ട. അടിപൊളി. കൈ 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 ഇങ്ങനെ കൊടു മൊത്തത്തിൽ കൊടു. നീ വന്നേ, തടവിക്കട്ടെ. ഫാമിലി ഫ്രണ്ട്ലി മാനുകളാ. ബാ നമുക്ക് ഇതോടെ അപ്പുറത്തെ സൈഡിൽ അവിടെ ഇഷ്ടംപോലെ മാൻ നിൽക്കുന്നുണ്ടോ? അവിടെ ഇതേപോലെ തീറ്റ കൊണ്ട് ഇട്ട് കൊടുക്കും സമയമാകുമ്പോൾ. അപ്പം എല്ലാം കൂടെ വന്ന് കഴിക്കും. എവിടെ ഉണ്ടെങ്കിലും വന്ന് കഴിക്കും. നമ്മളിപ്പോ തെന്മലയിലുള്ള മാൻ സങ്കേത അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഇങ്ങനെ വലിയ സംഭവം ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് മാനുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാം. ജസ്റ്റ് വേറെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഒരു കടയുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം വാങ്ങിക്കാൻ പറ്റും. വെള്ളവും കഴിക്കാനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പുറം സൈഡിലായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടെ അവിടെ വിശ്രമിക്കാൻ സ്ഥലമുണ്ട്. ഇവിടെ ഇവിടെ എത്ര മണി? 5 മണി വരെ. ഇവിടെ 5 മണി വരെയാണ് ഉള്ളത്. അപ്പം നമ്മൾ കുറച്ചു നേരം ഒന്ന് കറങ്ങിയിട്ട് അവിടെ പോയി ഇരുന്ന് അതിന് ശേഷം ഇവിടെ വെള്ളം വേണ്ടോ? വെള്ളമുണ്ട്. അപ്പം അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം അവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം തിരിച്ചു പോകാനാണ് പ്ലാൻ. ഇനി ആട്ടല്ലേ ഓടി ചെന്ന് ഗ്യാപ്പിൽ പോയി മുട്ടങ്ങി മേലോട്ട് പോകുന്ന കൊച്ചു താഴോട്ട് ഞാൻ ചിമ്മാറിഞ്ഞ. കുറേ നാളെ ഊഞ്ഞാലാടിയിട്ട്. പണ്ട് ഓണ സമയത്തൊക്കെ അവിടെ പറമ്പിലൊക്കെ ഊഞ്ഞാലിടും. എന്നിട്ട് പിന്നെ അവിടുത്തെ അണ്ണന്മാർ എല്ലാവരൊക്കെ ആയിട്ട് ഓരോ മറ്റേ തൊണ്ടെടുപ്പ് കളിയും ഒക്കെ ആയിരുന്നു. അതിനുശേഷമൊക്കെ ഇപ്പോഴൊക്കെയാണ് ഊഞ്ഞാൽ നേരെ നടന്ന് കുറേ നാളായി. ഇവിടെ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ ഇടയ്ക്ക്? കുരങ്ങന്മാരാണോ? എന്തോ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി, കുറച്ച് ട്രാവൽ ചെയ്തു, ഫുഡ് കഴിച്ചു, ഒരുപാട് നേരം ഇവരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തു. വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ വണ്ടിയിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ഒരു മൈക്ക് വാങ്ങിക്കേണ്ടി വരും, കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തായാലും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ ഇനി കാണാം.
കാരണം ഇനിയിപ്പോൾ ഡ്രൈവൊക്കെ ചെയ്ത് അങ്ങനെ പോകണം, രാത്രിയാവും വീട്ടിൽ ചെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ വ്ളോഗൊന്നുമില്ല. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ. വ്ളോഗ് അവിടെ വെച്ച് തീർത്തതാണ്. പക്ഷേ പോകുന്ന വഴിക്കായിരുന്നു പുനരൂർത്തൂക്ക് വരാം. എന്നാൽ പിന്നെ പോകുമ്പോൾ ആ വഴി കൂടെ കയറാമെന്ന് കരുതി അതിൻ്റെ സൈഡിലുള്ള കടയിൽ കയറി നമ്മൾ കുറച്ച് ഒരു ചായ, ഞാനൊരു ചായയാണ് കുടിച്ചത്. ചായയും കുടിച്ച് ഒരു ഷവർമ എന്തോ കഴിച്ചായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഒന്നുകൂടെ പാലത്തിൽ കയറി അപ്പുറത്ത് അപ്പുറത്തെ സൈഡിലായിരുന്നത് വണ്ടി എടുത്ത് വീട്ടിൽ പോയി. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ ഒഫീഷ്യലി നിർത്തുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ ട്രാവലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.